ഹലോ എവരി വൺ, വെൽക്കം ടു ബി ടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ മൊഡ്യൂൾ 2ൽ സ്മോൾ സിഗ്നൽ അനാലിസിസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓൾറെഡി നമ്മൾ ഈ മൊഡ്യൂളിൽ RC കപ്പിൾഡ് ആംപ്ലിഫയറും അതിൻ്റെ നീഡ് ഫോർ വേരിയസ് കമ്പോണൻസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്താ ഔട്ട്പുട്ട് വരുന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വാച്ച് ചെയ്യുക. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ദാറ്റ് ഈസ് AC അനാലിസിസ് നമ്മളെന്ത് ചെയ്യും? AC അനാലിസിസിൽ DC കമ്പോണൻസ് എല്ലാം നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യും. DC കമ്പോണൻസ് നിഗ്ലക്റ്റ് ചെയ്യും. AC അനാലിസിസ് ചെയ്യാൻ പോകുന്നത് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ആണ്. RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടിൽ നമ്മളൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷന്, വോൾട്ടേജ് ഡിവൈഡർ ബയസിങ്, ഇവിടെ കളക്ടറിൽ ഒരു റെസിസ്റ്റർ, അതുപോലെ എമിറ്ററിൽ റെസിസ്റ്റർ, ഇവിടെ ബൈപ്പാസ് കപ്പാസിറ്റർ, ഇൻപുട്ടിൽ കപ്ലിംഗ് കപ്പാസിറ്റർ, ബേസിലേക്ക് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യും. കോമൺ എമിറ്റർ ആയതുകൊണ്ട് എമിറ്റർ ഗ്രൗണ്ട് ചെയ്യും. അതുപോലെ ഇവിടെ സപ്ലൈ VCC, ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് കളക്ടറിന് അക്രോസ് ആണ്. ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റർ RL. ഇതാണ് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് വരുന്നത്. സർക്യൂട്ട് എക്സ്പ്ലനേഷൻ നമ്മൾ പ്രീവിയസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് R1, ദിസ് ഈസ് R2, ദിസ് വൺ ഈസ് CC1 കപ്ലിംഗ് കപ്പാസിറ്റർ. ഇത് കപ്ലിംഗ് കപ്പാസിറ്റർ, സെക്കൻഡ് കപ്ലിംഗ് കപ്പാസിറ്റർ. ഇത് RC കളക്ടറിൻ്റെ റെസിസ്റ്റർ. ദിസ് ഈസ് RE എമിറ്റർ റെസിസ്റ്റർ അല്ലെങ്കിൽ തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള റെസിസ്റ്റർ. ഇത് CE ബൈപ്പാസ് കപ്പാസിറ്റർ. ഓരോന്നിൻ്റേത് VIN, V ഔട്ട്. ഇത് ഓൾറെഡി RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ വർക്കിങ്ങും കമ്പോണൻറ്റിൻ്റെ നീഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മളിതിൻ്റെ AC അനാലിസിസ് ആണ്. AC അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ DC കമ്പോണൻസ് നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യും. ഓക്കെ, AC മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വരുന്ന എലമെൻറ്റ്സ് റെസിസ്റ്റർ ഉണ്ട്, പിന്നെ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ഇവിടെ ഒരു DC സോഴ്സ് VCC ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റർ AC ആണെങ്കിലും DC ആണെങ്കിലും അത് ഒരേപോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ കപ്പാസിറ്റർ എന്ത് ചെയ്യത്തുള്ളൂ? കപ്പാസിറ്റർ ACയെ പാസ് ചെയ്യും, അതുപോലെ DCയെ ബ്ലോക്ക് ചെയ്യും കപ്പാസിറ്റർ. അപ്പോൾ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് ആണ് നമ്മൾ AC എന്ന് പറയുന്നത്. അപ്പോൾ ACയെ പാസ് ചെയ്യും. പാസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഈ AC അനാലിസിസ് വെച്ചാൽ ഒന്നുമില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ അല്ലെങ്കിൽ ആ ഒരു അനാലിസിസിൽ നമ്മൾ DC കമ്പോണൻറ്റ് മൊത്തം നിഗ്ലക്റ്റ് ചെയ്യും. ഉള്ളി AC കമ്പോണൻറ്റിനെ അതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മുടെ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ എടുക്കുകയാണെങ്കിൽ അതിൽ ബേസിക്കലി വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിസ്റ്റർ കാണും, പിന്നെ കുറച്ച് റെസിസ്റ്റേഴ്സ് കാണും, കപ്പാസിറ്റർ കാണും, പിന്നെ നമ്മളൊരു സപ്ലൈ വോൾട്ടേജ് VCC കൊടുക്കുന്നുണ്ട്. അപ്പം AC അനാലിസിസ് നമ്മൾ DC കമ്പോണൻസ് എല്ലാം നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആ കമ്പോണൻസിൽ റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ AC ആണെങ്കിലും DC ആണെങ്കിലും അത് ഒരേപോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ വരുന്ന എലമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററാണ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ ഹയർ ഫ്രീക്വൻസി, ഓക്കെ, അല്ലെങ്കിൽ ACയെ എന്ത് ചെയ്യും? അത് പാസ് ചെയ്യും. ഓക്കെ, അതുപോലെ DCയെ അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ AC അനാലിസിസിൽ കപ്പാസിറ്റർ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? അതിനെ ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം എന്താ? ഹൈ ഫ്രീക്വൻസി കമ്പോണൻസിന് കപ്പാസിറ്റർ പാസ് ചെയ്യാൻ മീൻസ് ഇറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്ററിന് മാറ്റമൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും അത് റെസിസ്റ്റർ അതിൻ്റെ ബിഹേവിയർ ACക്കും DCക്കും സെയിം ആണെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് എന്താണ്? VCC ആണ്. അപ്പം VCCനെ നമ്മൾ DC കമ്പോണൻ്റ് ആണ്, അതിനെ എന്ത് ചെയ്യണം? അതിനെ ഒഴിവാക്കണം. അപ്പം ഈ DC കമ്പോണൻ്റ് ഒഴിവാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? VCCനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുക. ഓക്കെ, VCCനെ ഗ്രൗണ്ട് ചെയ്യുക. അപ്പം ഇങ്ങനത്തുള്ളൊരു AC അനാലിസിസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ട് പ്രൊസീജിയറാണ് ഉള്ളത്. അപ്പോൾ അതിൽ സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 1 ഇപ്പോൾ ഇവിടെ VCC കാണും. VCCനെ നമ്മൾ 0 ആക്കണം. VCCനെ 0 ആക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഗ്രൗണ്ട് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. കപ്പാസിറ്റേഴ്സ് ഹയർ ഫ്രീക്വൻസീസിനെ പാസ് ചെയ്യും. സോ കപ്പാസിറ്ററിനെ നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം? അതിനെ ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യണം. റെസിസ്റ്ററിന് മാറ്റമൊന്നുമില്ല. ഇതാണ് 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത് AC അനാലിസിസിൽ. നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ ഈ 2 ചേഞ്ചസ് വരുത്താം.
അപ്പോൾ ഈ ഡയഗ്രം ഒന്നും കൂടെ വരയ്ക്കുക, ഈ സർക്യൂട്ട് ഒന്നും കൂടെ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്തുണ്ട്, ഒരു BJT ഉണ്ട്. ഇതിനകത്ത് ദിസ് ഈസ് ബേസ്, ദിസ് ഈസ് കളക്ടർ, ദിസ് ഈസ് എമിറ്റർ. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്. അതിന് നമ്മൾ RC, കളക്ടറിൻ്റെ ആൻഡ് RC എന്നാണ് പറയുന്നത്. ഇവിടെ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്, വോൾട്ടേജ് ഡിവൈഡർ ബയസ് റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കണക്ഷൻ വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ സ്റ്റെപ്പ് 1ൽ VCC എന്ത് ചെയ്യും, ഗ്രൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് VCC പോയിൻറ്റിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ സ്റ്റെപ്പ് 1 ചെയ്തു. ഇനി ബാക്കി എന്തുണ്ട്, കപ്പാസിറ്റേഴ്സിന് എന്തായിട്ട് ആക്ട് ചെയ്യണം, അതിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു CC1 ഉണ്ട്, അതിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യും. ഇവിടെ ഇൻപുട്ട് Vin ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ ഈ ഒരു കപ്പാസിറ്റർ, ആ കപ്പാസിറ്റർ നമ്മൾ എന്തായിട്ട് ആക്ട് ചെയ്യണം, അതിനെയും ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യണം. ഞാനിതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ എമിറ്ററിനകത്താണെങ്കിൽ ഒരു RA റെസിസ്റ്ററുണ്ട്, പാരലായിട്ട് എന്തുണ്ട്, ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് 2 പാത്തുണ്ട്, ഇത് റെസിസ്റ്റർ പാത്തുമാണ്, ഇത് ഷോർട്ട് സർക്യൂട്ട് പാത്തുമാണ്. അപ്പം എന്തെങ്കിലും കറണ്ട് വരുവാണെങ്കിൽ ഈ സ്മൂത്തായിട്ടുള്ള പാത്തേ കൺസിഡർ ചെയ്യത്തുള്ളൂ, ഈ ഒരു പാത്ത് കൺസിഡർ ചെയ്യത്തില്ല. അപ്പം ഈ ഒരു റെസിസ്റ്ററിന് ഇവിടെ എഫക്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നർത്ഥം, ഈ റെസിസ്റ്ററിന് അവിടെ എഫക്റ്റ് ഇല്ല. ഓക്കെ, ഈ ഒരു റെസിസ്റ്ററിന് എഫക്റ്റ് ഇല്ല. അപ്പം ഇൻഎഫക്റ്റ് എങ്ങനെ വരത്തുള്ളൂ, ആ ഒരു റെസിസ്റ്റർ കാണത്തില്ല. ഡയറക്റ്റ് ഈ എമിറ്റർ എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് നേരെ ഗ്രൗണ്ടിലേക്ക് വരും. ഓക്കെ, ഇത് ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് വന്നു. ഇനി എന്താ ഉള്ളത്, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഇവിടുന്ന് ഔട്ട്പുട്ട് Vout എടുക്കും. ഇവിടെ RL ലോഡ് റെസിസ്റ്റർ. ഓക്കെ, RL. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ദിസ് ഈസ് R1, ദിസ് ഈസ് R2, ദിസ് ഈസ് Vin. എന്തൊക്കെയാണ് ചെയ്തത്, ഈ VCCനെ നമ്മളിവിടെ ഗ്രൗണ്ട് ചെയ്തു. സെക്കൻഡ് കപ്പാസിറ്റേഴ്സ്, ഈ കപ്പാസിറ്ററിനെ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, ഈ കപ്പാസിറ്ററിനെയും ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ വരുന്ന ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, ബൈപ്പാസ് കപ്പാസിറ്റർ. അപ്പോൾ അതിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ റെസിസ്റ്റർ പാത്ത്, അതായത് എമിറ്ററിൻ്റെ റെസിസ്റ്ററിന് എഫക്റ്റ് വരത്തില്ല, അപ്പോൾ ഡയറക്റ്റ് ഷോർട്ട് സർക്യൂട്ട് വരും. അപ്പോൾ ഇതാണ് ഈ 2 സ്റ്റെപ്പ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെയും ഗ്രൗണ്ട് ഉണ്ട്, അതുപോലെ ഇവിടെയും ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് സിംഗിൾ ഗ്രൗണ്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ ഒന്നും കൂടെ ഒന്ന് റീഡ്രോ ചെയ്യുക നീറ്റായിട്ട്. അപ്പോൾ എന്ത് വരും, ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ അങ്ങ് ഡ്രോ ചെയ്യുക. ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ അങ്ങ് ഡ്രോ ചെയ്യുക. ട്രാൻസിസ്റ്ററിനകത്ത് 3 ടെർമിനൽസാണ് ഉള്ളത്, ഒന്ന് ബേസ്, ഒന്ന് കളക്ടർ, മറ്റേത് എമിറ്റർ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇത് ബേസ്, ദിസ് ഈസ് എമിറ്റർ, ദിസ് ഈസ് കളക്ടർ. ഈ ബേസിന് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു റെസിസ്റ്റർ R1ഉം R2ഉം കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ R1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്തിരിക്കുന്നത്, ഓക്കെ, R1 ഈ പോയിൻ്റ് വന്ന് ഇവിടെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം R1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ ബേസ് ആൻഡ് ഗ്രൗണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എമിറ്റർ എന്ത് ചെയ്തിരിക്കുകയാണ്, എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇനി വരയ്ക്കാൻ പോകുന്ന R1 റെസിസ്റ്ററാണ്. R1 റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിനും ഗ്രൗണ്ടിനും ഇടയ്ക്കാണ് ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബേസിനും ഗ്രൗണ്ടിനും ഇടയ്ക്ക് ഗ്രൗണ്ട് ചെയ്ത് എന്ത് വരയ്ക്കാം, ഇവിടെ R1 റെസിസ്റ്റർ ചെയ്യാം. ഇനി R2 റെസിസ്റ്റർ എന്താണ്, ബേസിനും ഗ്രൗണ്ടിനും ഇടയ്ക്കാണ്. അപ്പോൾ നമുക്ക് R2 റെസിസ്റ്റർ ഇതുപോലെ ഡ്രോ ചെയ്യാം. ഓക്കെ, ബേസിനും ഗ്രൗണ്ട് ചെയ്തു. ഓക്കെ, R2. ഇനി എന്തുണ്ട്, Vin ഉണ്ട്. Vin എന്തൊക്കെയാണ്, ഒരു ടെർമിനലിൽ ബേസിലും മറ്റേത് ഗ്രൗണ്ടുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് Vinനും എന്ത് ചെയ്യാം, ഗ്രൗണ്ട് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് Vin. അപ്പോൾ ഈ ഇത്രയും പോർഷൻസ് നമ്മൾ ഡ്രോ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്തുണ്ട്, ഈ ഒരു RC ഉണ്ട്. RC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, കളക്ടറിനും ഗ്രൗണ്ടിനും ഇടയ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കളക്ടറിൽ നിന്ന് എന്തുണ്ട്, റെസിസ്റ്റർ ഉണ്ട്, ഒരു RC റെസിസ്റ്റർ ഉണ്ട്, അതിവിടെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് ഗ്രൗണ്ടഡ്. ദിസ് റെസിസ്റ്റർ ഈസ് RC. ഇനി എന്തുണ്ട്, ഇവിടെ ഒരു RL റെസിസ്റ്റർ ഉണ്ട്, അതും എന്താണ്, കളക്ടറിൽ നിന്ന് എടുക്കുന്ന ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം കളക്ടറിൽ നിന്ന് എടുക്കുന്നു, നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു. ദിസ് ഈസ് RL റെസിസ്റ്റർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു AC ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് റീഡ്രോ ചെയ്ത്, കാരണം ഇവിടെ 2 ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒറ്റ സിംഗിൾ ഗ്രൗണ്ടായിട്ട് ഡ്രോ ചെയ്തു. എങ്ങനെയാണ് ഡ്രോ ചെയ്ത്, ആദ്യമേ ട്രാൻസിസ്റ്റർ നമ്മൾ ഡ്രോ ചെയ്തു. അതിനുശേഷം R1 എന്ന് വെച്ച് കഴിഞ്ഞാൽ R1നും ഗ്രൗണ്ടിനും ഇടയ്ക്കാണ്. അപ്പോൾ R1നും ഗ്രൗണ്ടിനും ഇടയ്ക്ക് നമ്മൾ ഡ്രോ ചെയ്തു. അടുത്തത് R2 ആണ്, ദിസ് ഈസ് R2, അത് ബേസിനും
ഗ്രൗണ്ടിന് ഇടയ്ക്കാണ്, ബേസ് ടെർമിനലിനും ഗ്രൗണ്ടിന് ഇടയ്ക്ക്. അടുത്ത വിനും ബേസിനും ഗ്രൗണ്ടിന് ഇടയ്ക്ക് ഡ്രോ ചെയ്തു. പിന്നുള്ള ഈ 2 റെസിസ്റ്റേഴ്സാണ്, ഒന്ന് ആർ സിയും ആർ എല്ലും. ആർ സി എന്ന് പറയുന്നത് കളക്ടറിൽ നിന്ന് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആർ സി കളക്ടർ ടെർമിനലിൽ നിന്നെടുത്ത് ഗ്രൗണ്ട് ചെയ്തു, ആർ എല്ലും കളക്ടർ ടെർമിനലിൽ നിന്നെടുത്ത് ഗ്രൗണ്ട് ചെയ്തു. ഇതാണ് എൻ്റെ എ സി ഈക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പം എ സി അനാലിസിസിൽ ഫസ്റ്റ് വരുന്ന പ്രൊസീജിയർ, ഏതൊരു സർക്യൂട്ട് വന്നാലും അതിൻ്റെ എ സി ഈക്വലൻറ്റ് വരയ്ക്കുക എന്നുള്ളതാണ്. അതിന് 2 സ്റ്റെപ്സാണുള്ളത്. ഒന്ന്, അതായത് എ സി അനാലിസിസിൽ നമ്മൾ ഡി സി കമ്പോണൻസ് എല്ലാം 0 ആയിട്ട് എടുക്കും. സോ നമ്മൾ ഡി സിനെ ഡിക്ലക്ട് ചെയ്യാൻ വേണ്ടി വി സി സിനെ നമ്മൾ 0 ആക്കാൻ വേണ്ടി ഗ്രൗണ്ട് ചെയ്യും. അതുപോലെ സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന റെസിസ്റ്ററാണ്. റെസിസ്റ്റർ എ സിക്കും ഡി സിക്കും സെയിം എഫക്റ്റാണ് വരുന്നത്. കപ്പാസിറ്റർ ഹൈ ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ എ സിനെ എന്ത് ചെയ്യും, അത് പാസ് ചെയ്യും. സോ അതിന് നമ്മൾ കപ്പാസിറ്ററിനെ ഷോർട്ട് സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന് നമ്മൾ 2, അതായത് വി സി സി ഗ്രൗണ്ടും ചെയ്തു, അതുപോലെ കപ്പാസിറ്റേഴ്സും ഷോർട്ട് സർക്യൂട്ടും ചെയ്തു. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എമിറ്റർ റെസിസ്റ്റൻറ്റിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എമിറ്റർ റെസിസ്റ്റൻറ്റ് എഫക്റ്റ് ഇല്ലാതാവും. അപ്പം നമ്മൾ സെക്കൻഡ് ഇങ്ങനെ ഡ്രോ ചെയ്തു. ഇനി തേർഡിൽ എന്ത് ചെയ്തു, അതിനൊന്ന് ഒറ്റ സിംഗിൾ ഗ്രൗണ്ടായിട്ട് നീറ്റായിട്ടൊന്ന് ഡ്രോ ചെയ്തു. അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ നമ്മൾ BJT വരയ്ക്കുക, എന്നിട്ട് ഓരോ ടെർമിനൽ 3 ടെർമിനൽസാണ് ഉള്ളത്. ഇപ്പോൾ ബേസുമായിട്ട് കണക്ട് ചെയ്ത എലമെൻറ്റ്സ് അങ്ങ് വരച്ചു. എമിറ്റർ ഡയറക്റ്റ് ഗ്രൗണ്ടാണ്, പിന്നെ കളക്ടറുമായിട്ട് ഉള്ള എലമെൻറ്റ്സ് നമ്മൾ ഗ്രൗണ്ടുമായിട്ട് ഡ്രോ ചെയ്തു. ഇതാണ് ഇതിൻ്റെ എ സി ഈക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് അനാലിസിസ് ചെയ്യേണ്ടി വരും. അതായത് ഇതിൻ്റെ വോൾട്ടേജ് ഗെയിന്, കറണ്ട് ഗെയിന്, ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ട്രാൻസിസ്റ്ററിന് ഏതെങ്കിലും റെസിസ്റ്റർ അല്ലെങ്കിൽ സോഴ്സസിൻ്റെ ഫോമിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും. റീപ്ലേസ് ചെയ്തെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അനാലിസിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ട്രാൻസിസ്റ്ററായിട്ട് എന്ന് കഴിഞ്ഞാൽ നമുക്ക് അനാലിസിസ് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ ട്രാൻസിസ്റ്ററിന് ഡിഫറൻറ്റ് ഇക്വലൻറ്റ് മോഡൽസ് ഉണ്ട്. ആ മോഡൽ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളതിനെ റെസിസ്റ്ററോ അല്ലെങ്കിൽ സോഴ്സസ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. അതിന് ശേഷമായിരിക്കും നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ട്രാൻസിസ്റ്ററിന് 3 ഇക്വലൻറ്റ് മോഡൽസ് ഉണ്ട്. ട്രാൻസിസ്റ്റർ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു സർക്യൂട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് RE മോഡൽ എന്ന് പറയും. RE സ്റ്റാൻഡ്സ് ഫോർ എമിറ്റർ റെസിസ്റ്റർ, RE. ഓക്കെ, ആ എമിറ്റർ റെസിസ്റ്റർ മോഡൽ. സെക്കൻഡ് വരുന്നത് ഹൈബ്രിഡ് മോഡൽ. തേർഡ് വൺ ഹൈബ്രിഡ് പൈ മോഡൽ. ഇങ്ങനെ 3 മോഡൽസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എ സി അനാലിസിസ് ഡ്രോ ചെയ്തപ്പോഴത്തേക്ക് ബാക്കി എല്ലാം ഇപ്പോൾ റെസിസ്റ്ററും വോൾട്ടേജൊക്കെ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ട്രാൻസിസ്റ്റർ കിടപ്പുണ്ട്. ട്രാൻസിസ്റ്ററിന് നമ്മളൊരു ഇക്വലൻറ്റ് മോഡൽസ്, ഓക്കെ, അത് ഡിഫറെൻ്റ് ആയിട്ട്, അത് ബേസിക്കലി 3 മോഡൽസാണ് വരുന്നത്. RE മോഡൽ, RE സ്റ്റാൻഡ്സ് ഫോർ എമിറ്റർ റെസിസ്റ്റർ മോഡൽ, പിന്നെ ഹൈബ്രിഡ് മോഡൽ, ഹൈബ്രിഡ് പൈ മോഡൽ. ഈ RE മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലാണ് RE മോഡൽ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ബേസ് കാണും, കളക്ടർ കാണും, എമിറ്റർ കാണും. അതിന് നമ്മൾ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഇത് ബേസ് ആണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റർ കാണും, ഓക്കെ. അതുപോലെ ഇവിടെ എമിറ്റർ, ഈ റെസിസ്റ്ററിനെ നമ്മൾ ബീറ്റ RE കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇവിടെ ഒരു സോഴ്സ് കാണും, ഓക്കെ. ഡയമണ്ട് ആയതുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് സോഴ്സാണ്. ഇപ്പോൾ ഇവിടെ കറണ്ട് ഡിപ്പെൻഡൻറ്റ് സോഴ്സാണ്. ഇവിടെ ബീറ്റ IB ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിൽ ഒരു RO റെസിസ്റ്റർ കാണും, RO, ഓക്കെ. ഇതാണ് ഒരു RE മോഡൽ എന്ന് പറയുന്നത്. ഇങ്ങനത്തുള്ള ട്രാൻസിസ്റ്ററിൻ്റെ 3 ടെർമിനൽസിനെ നമ്മൾ ഈ ഒരു ഫോമിൽ റീപ്ലേസ് ചെയ്യും, ഓക്കെ. ഇൻപുട്ടിൽ ഒരു ബീറ്റ RE റെസിസ്റ്റർ, പിന്നെ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ്, ആരോ ആയതുകൊണ്ട് കറണ്ട് കൺട്രോൾഡ് ഡിപ്പെൻഡൻറ്റ് സോഴ്സാണ്. അതിൻ്റെ വാല്യൂ ബീറ്റ IB. അതുപോലെ ഔട്ട്പുട്ടിൽ ഒരു RO റെസിസ്റ്റർ. ഇതാണ് ഒരു RE മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ എങ്ങനെയാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ എങ്ങനെ മോഡലിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഈ AC അനാലിസിസിൽ നമ്മൾ ഈ ട്രാൻസിസ്റ്ററിന് പകരം ഈ RE മോഡൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിനൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യും, ഓക്കെ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള മോഡൽ, RE മോഡൽ. പിന്നെ നമുക്ക് സിലബസിലുള്ളത് ഹൈബ്രിഡ് പൈ മോഡലാണ്. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള RE മോഡൽ അറിയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹൈബ്രിഡ് പൈ മോഡൽ മനസ്സിലാക്കി വെക്കാൻ പറ്റും.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സ്മോൾ സിഗ്നൽ അനാലിസിസ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ നമ്മൾ എ സി ഇക്വലൻറ്റ് സർക്യൂട്ട് ഡ്രോ ചെയ്തു. അതുപോലെ ട്രാൻസിസ്റ്ററിൻ്റെ 3 മോഡൽസ് ഉണ്ട്. അതിൽ RE മോഡൽ ജസ്റ്റ് ഒന്ന് വരച്ചു. നെക്സ്റ്റ് വീഡിയോയിൽ ഈ RE മോഡൽ എങ്ങനെ വന്നെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസി.